നമ്മൾ പാരീസിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് ഷാംസലീസിയിൽ. അപ്പോൾ നമ്മൾ അവിടെയാണ് പോകുന്നത്. അപ്പം ബസ്സിലാണ് പോകുന്നത്. ഒരു ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നല്ല ഇരുട്ട് വന്നിട്ടുണ്ട്. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ തന്നെ നൈറ്റ് ആവും. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സിന് വെയിറ്റ് ചെയ്ത് ബസ്സിൽ കയറിയിട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് ട്രെയിനിലും പോകാനുണ്ട്. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇവിടുന്ന് അവിടം വരെ എത്താനായിട്ട്. പിന്നെ ഇത് വന്നിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അതിനുള്ളിലും ഒക്കെ ഒത്തിരി കടകളുണ്ട്, ഒത്തിരി ഡെക്കറേഷനും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫേമസ് ഒരു ഐസ്ക്രീം കടയാണ് ഇത്. ഇതുപോലെ കുറേ ഡെക്കറേഷൻസ് ഉണ്ടാകും കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്നും ക്രിസ്മസ് മാർക്കറ്റിലോട്ട് എത്തും. നമ്മൾ ട്രെയിനാണ് പോകുന്നത്. ബസ്സിന് പോയി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു ട്രെയിൻ പിടിക്കണം. ട്രെയിന് പോയിട്ട് അവിടെ എത്തും. ഇവിടെ 2 മാർക്കറ്റുണ്ട്. ഒന്ന് വന്നിട്ട് ഇതാണ്. ഇത് ഒരു ചെറിയൊരു കുറച്ച് കടകളും കുറച്ച് ഡെക്കറേഷൻസും ഉള്ള ഒരു ചെറിയൊരു മാർക്കറ്റാണിത്. ഇത് വന്നിട്ട് നമ്മുടെ ഷാംസലീസി ലൈറ്റ്സൊക്കെ ഇട്ടിട്ടില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് ഇത്. ഇവിടെ കുറേ ക്രിസ്മസ് ട്രീയാണ് മെയിനായിട്ട് ഇവർ വെച്ചിരിക്കുന്നത്. ഒത്തിരി ക്രിസ്മസ് ട്രീകളുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് ഉണ്ടാകും. നല്ല രസമായിട്ടോ കാണാനായിട്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അത് കഴിഞ്ഞ് ഫുള്ള് ട്രീകൾ, ഇതെല്ലാം ഒറിജിനൽ ട്രീകളാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല. ഒറിജിനൽ ട്രീസ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ കുറേ ഫുഡ് ഐറ്റംസും മെയിനായിട്ട് ഇവിടെ കൂടുതൽ കാണുന്ന കടകൾ നമ്മുടെ ഹോട്ട് വൈൻ ഇല്ലേ, ഹോട്ട് വൈൻ, അതിൻ്റെ കടകൾ. ഇവിടെ ഉള്ളവർക്ക് അത് വാങ്ങിച്ച് ഇതുപോലെ ഇവിടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കുക, കുറേ നേരം നടക്കുക, അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ആൾക്കാരെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇപ്പം ഗിറ്റാർ വായിക്കും, ചില ആൾക്കാർ പാട്ട് പാടും, അങ്ങനെയുള്ള ഷോകളൊക്കെ നടക്കാറുണ്ട് ഇവിടെ. അപ്പം ഓരോ ആൾക്കാർ നമുക്കിഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കുറേ പ്രോഗ്രാംസൊക്കെ ഇതിനിടയ്ക്കൊക്കെ നടക്കും കേട്ടോ. ആൾക്കാരെല്ലാം കാണും. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കുക അവർക്ക്. അങ്ങനെയൊക്കെ കുറേ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. ഈ വൈകുന്നേരം മോർണിംഗും ഒക്കെ നടക്കാറുണ്ട് അങ്ങനെ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നടന്ന് കാണാം, അതല്ലെങ്കിൽ സൈക്കിൾ റെൻറ്റിന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ സിറ്റി ബസ് എന്ന് പറഞ്ഞിട്ട് ബസ്സുണ്ട്. അതായത് നമ്മൾ പാക്കേജാണ്, അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അതെടുക്കുകയാണെങ്കിൽ അവർ ഇതുപോലെയുള്ള മേജറായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മളെല്ലാം ബസ്സിലിരുന്ന് തന്നെ നമുക്കെല്ലാം കാണാൻ പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി ബസ്സുകളൊക്കെ ഇതിൽ ടൂറിസ്റ്റുകൾ കൊണ്ടുപോകുന്നുണ്ട് ഇതിനിടയ്ക്ക്. അതല്ല, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നടക്കായിരിക്കും നല്ലത്. ഒത്തിരി നടക്കാനുണ്ടാകും, എങ്കിലും നടന്ന് കാണുമ്പം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഒത്തിരി ചെറിയ ചെറിയ കുറേ കടകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം. ഈ വില്ലേജിൽ നിന്നുള്ളവരൊക്കെ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പം ഇങ്ങോട്ട് വരും. എന്നിട്ട് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഇപ്പം ഹോം മെയ്ഡ് ചീസുകൾ, വൈന്, അതെല്ലാം വീട്ടിലുണ്ടാക്കിയ വൈന്, ഹോം മെയ്ഡ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ടാകും. അങ്ങനെ നമുക്ക് റയറായിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ഇവിടെ വരികയാണെങ്കിൽ. പിന്നെ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ഫേമസ് ആട്ടോ. ഈ ലൈറ്റ് ഇടുന്നതും ഓഫാക്കുന്നതും ഒക്കെ ഭയങ്കര ഫേമസാണ് ഇവിടെ. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി ആൾക്കാർ വരും. ന്യൂ ഇയറിൻ്റെ അന്ന് മെയിനായിട്ട് ഇവിടെ ആയിരിക്കും 12 o'clock എല്ലാവരും വന്ന് ആഘോഷിക്കുന്നതൊക്കെ. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല എല്ലാം യുണീക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. എല്ലാം ഒരുപോലെ സിമിലർ ആയിരിക്കും അതിൻ്റെ വഴികളും എല്ലാം. ഇത് പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് പണിതത്. ഈ ബിൽഡിങ്ങിൽ ഏറ്റവും താഴെ വന്നിട്ട് കടകളാണ്. അതിന് മേളിലായിരിക്കും, അതിൻ്റെ മേളിലത്തെ ഫ്ലോറിലാണ്
കടകളുടെ ഓണേഴ്സ് താമസിച്ചിരിക്കുക. അതിന് മേളിൽ കുറച്ച് അതിനേക്കാളും കുറച്ചുകൂടെ പൈസയുള്ളവർ, പിന്നെ മിഡിൽ ക്ലാസ് ആൾക്കാരായിരിക്കും അതിന് മേളിൽ. ഏറ്റവും മേളിൽ ഈ വീടുകളിലൊക്കെ പണിക്ക് വരുന്ന ജോലിക്കാർ, അങ്ങനെയുള്ളവരാണ് പണ്ട് കാലത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിലുള്ള റൂമുകളെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാട്ടോ. ഇപ്പോൾ എയർബിഎൻബിയിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അത് ഭയങ്കര റേറ്റ് കുറവാണ്, പക്ഷെ തീരെ കുഞ്ഞ് റൂമായിരിക്കും. ഒന്ന് നിന്ന് തിരിയാനുള്ള സ്ഥലം പോലും കാണത്തില്ല. അത്രയും ചെറിയ അപ്പാർട്ട്മെൻറ്റ്സുകളായിട്ട് ഇപ്പം അവർ ഈ എയർബിഎൻബിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ ജോലിക്കാരൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലൂടെ ഓരോ റൂമിലേക്കും ഉള്ള എൻട്രൻസും ഉണ്ട്. ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും എയർബിഎൻബി എടുക്കുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തു, പക്ഷെ അത് അടച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പണ്ടുള്ള ആൾക്കാർക്ക്, താഴെയുള്ള വീട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ബെല്ലടിക്കും. അപ്പം മേളിൽ നിന്ന് സർവൻസ് വീടിനുള്ളിൽ കൂടെ തന്നെ അകത്തോട്ട് വരും. അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന വഴികളാണ്. പിന്നെ മേളിൽ വന്നിട്ട് ഏറ്റവും മേളിലായതുകൊണ്ട് തന്നെ മേളിലത്തെ റൂമുകൾക്ക് ഭയങ്കര തണുപ്പായിരിക്കും വിൻ്ററിലൊക്കെ. അപ്പം അങ്ങനെയുള്ള കുറേ റീസൺസ് കൊണ്ടാണ് അതിന് ഭയങ്കര റേറ്റ് കുറവായിരിക്കും. എയർബിഎൻബിയിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇപ്പോഴും അത് റെൻറ്റിനൊക്കെ കൊടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നൊക്കെയുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴാണ് ഈ മാർക്കറ്റ് വരുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി കടകളുണ്ട് ഇവിടെ. മെയിനായിട്ട് ഇതിൽ വരുന്നത് ഫുഡ് ഐറ്റംസാണ്. ഹോട്ട് വൈൻസ്, പിന്നെ ഇവിടുത്തെ ഫ്രാൻസിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് ടൈമിൽ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ഡിഷസ് ഉണ്ടാവും ഇവിടെ. പിന്നെ ഇതുപോലെയുള്ള കുറേ കടകളുണ്ടാവും. എല്ലായിടത്തും ഓരോരോ ചീസ് ഉണ്ടാവും, ഹോട്ട് വൈൻ, ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ കുറേ സ്നാക്ക് ഐറ്റംസ്. മെയിനായിട്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കുറേ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും ഇതിന്. എല്ലാത്തിനും സ്റ്റാർട്ടിങ് ഒരു 5 യൂറോ 6 യൂറോ ആ ഒരു റേഞ്ചിലായിരുന്നു വരുന്നത്. ഫുഡിനും അങ്ങനെ തന്നെ കേട്ടോ. എല്ലാം സ്റ്റാർട്ടിങ് 5 യൂറോ 6 യൂറോ ആണ്. എല്ലാത്തിനും ആ ഒരു റേഞ്ച് തന്നെയാണ്. ഒരു 10 യൂറോൻ്റെ അടുത്താണ് എല്ലാത്തിനും റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഇതില്ലേ പഞ്ഞിമിഠായി, അത് വാങ്ങിച്ചു. ഇതിന് 6 യൂറോ ആയിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര വലുതായിരുന്നു. നമ്മൾ 3 പേരെ ചേർന്നിട്ടാണ് ഇത് കഴിച്ചത്. പക്ഷെ എന്നിട്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് ഒന്ന് കുറേ കളഞ്ഞു. അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നത്. ഇത് പിള്ളേരുടെ ഒരു ഹൗസ് പോലെയാണ്. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിനും ടിക്കറ്റ് അറൗണ്ട് 10 യൂറോ മറ്റോ ആയിരുന്നു പെർ പേഴ്സൺ. ഇത് വന്നിട്ട് സോസേജൊക്കെ നമ്മുടെ തീയില്ലേ വിറകടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുന്നതായിരുന്നു. അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ട്സിനാണെങ്കിലും വലിയ ആൾക്കാർക്കും ഒക്കെ എടുക്കാം. ഇത് ആൾക്കാർ ഇറങ്ങി കഴിയുമ്പം നല്ല രസം. ഇത് കണ്ടിരിക്കാനും ഇതൊക്കെ എൻജോയ് ചെയ്യാനും നല്ല രസമായിരിക്കും. പിന്നെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഡ്രസ്സ് ചെയ്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം നല്ല 6 ഡിഗ്രി മറ്റോ ആയിരുന്നു നമ്മൾ പോയ ടൈമിൽ. ഇത് കുട്ടികളുടെ ട്രെയിനാണിത്. ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പിൽ കാണത്തില്ലേ, ഇങ്ങനെ ഈ വളയം എറിഞ്ഞിട്ട് അത് വീഴുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കും എന്നുള്ള അങ്ങനെ ഒരു ഇതാട്ടോ ഇത്. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല പാടാട്ടോ ഇത്. ആ അടിയിലുള്ള ഒരു സ്ക്വയർ ബോക്സ് ഇല്ലേ, അതിൻ്റെയും അടിയിലോട്ട് വീഴണം. ഇങ്ങനെ വീണാലേ അത് കറക്റ്റായിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ. ചുമ്മാ അത് എറിഞ്ഞതിൻ്റെ മുകളിൽ ഇട്ടാൽ മാത്രം പോരാ. പക്ഷെ ഒത്തിരി ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്ത് നിന്ന് 2 പേർക്ക് ഹെഡ്സെറ്റും ജേഴ്സിയൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതിന് 5 യൂറോ ആണ്, 7 റിങ് കിട്ടും. പക്ഷേ എല്ലാം ഫ്ലോപ്പായിപ്പോയി. ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക്.
这30过来的。